ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു CSCB റാങ്കർ. നമ്മൾ സെക്ഷൻ 1 മുതൽ ഇപ്പോൾ 64 വരെ പഠിച്ചിട്ടുണ്ട്. അത്രയും പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിക്കണേ. സെക്ഷൻ 64 സബ്സെക്ഷൻ 5 അതുവരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. As per section 64 subsection 5, within how many days should the audit be completed after receiving the statements? Answer: within 90 days. ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത് മാനേജിംഗ് കമ്മിറ്റിയുടെ മുൻപിൽ വയ്ക്കും. മാനേജിംഗ് കമ്മിറ്റി അത് ചെക്ക് ചെയ്ത് 15 ദിവസത്തിനകം ഓഡിറ്റേഴ്സിൻ്റെ മുൻപിൽ വയ്ക്കും. ഇങ്ങനെ ഓഡിറ്റേഴ്സിന് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ സെക്ഷൻ 64 സബ്സെക്ഷൻ 5 പ്രകാരം എത്ര ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ദിവസം പറഞ്ഞേക്കുന്നത് 90 ഡേയ്സാണ്. 90 ദിവസത്തിനകം ഓഡിറ്റ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. ടു whom should the audit report be submitted after completion? Answer: to the Director of Cooperative Auditor or persons authorized by him. ഇനി ഓഡിറ്റേഴ്സ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്, ആരുടെ മുൻപിലാണ് കൊടുക്കേണ്ടത്? അത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്ററുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരമായിട്ട് ഓതറൈസ് ചെയ്തേക്കുന്ന ആളാരാണോ അവർക്ക് കൊടുക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് മസ്റ്റ് the auditor do after completing the audit and before submitting the report? Answer: the auditor must discuss the audit findings with the managing committee of the society concerned. ഓഡിറ്റ് റിപ്പോർട്ട് DCAയുടെ മുൻപിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം? അത് മാനേജിംഗ് കമ്മിറ്റിയുമായിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ ഈ ഓഡിറ്റ് റിപ്പോർട്ട് DCAയുടെ മുൻപിൽ റിപ്പോർട്ടായി നൽകാവൂ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇൻ വാട്ട് ഫോം ഷുഡ് ദി മാനേജിംഗ് കമ്മിറ്റി പ്രൊവൈഡ് ദർ റിപ്ലൈ ടു ദി ഓഡിറ്റ് ഫൈൻഡിങ്സ്? ആൻസർ: ദർ റിപ്ലൈ ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. അതായത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് മാനേജിംഗ് കമ്മിറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിപ്ലൈ ഉണ്ടല്ലോ, അത് ഏത് രീതിയിലാണ് ഓഡിറ്റർക്ക് കൈമാറേണ്ടതെന്നാണ്. ഓഡിറ്റ് റിപ്പോർട്ട് മാനേജിംഗ് കമ്മിറ്റിയുമായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഡൗട്ടുകളാവട്ടെ, എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതുപോലെ ഫൈൻഡിങ്സ്, അങ്ങനെ എന്ത് ഡൗട്ടുണ്ടെങ്കിലും അതെല്ലാം അവർ ഇൻ റൈറ്റിംഗ് എഴുതപ്പെട്ട രൂപത്തിൽ കൈമാറി, അങ്ങനെ ആയിരിക്കണം അവരുടെ സംശയങ്ങളും എല്ലാം കൈമാറേണ്ടത്. അടുത്തത് സെക്ഷൻ 64 സബ്സെക്ഷൻ 6. ദ എമൗണ്ട് ഓഫ് ഫീ ഓർ കോസ്റ്റ് ഫോർ ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് സൊസൈറ്റി ഫോർ ഈച്ച് ഇയർ ഷാൽ ബി സച്ച് ആസ് മേ ബി ഫിക്സഡ് ബൈ ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റൂൾസ് മെയ്ഡ് ഇൻ ദിസ് ബിഹാഫ്. സെക്ഷൻ 64(6) പറയുന്നു, ഓഡിറ്റ് കോസ്റ്റ് ആവട്ടെ, ഓഡിറ്റ് ഫീ ആവട്ടെ, ഇത് നിശ്ചയിക്കുന്നത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആയിരിക്കും ഓരോ വർഷവും. അതിനൊരു റൂളുണ്ട്. ആ റൂളും ഇതിനു വേണ്ടിയിട്ട് ഈ ഓഡിറ്റ് കോസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആ റൂളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കോസ്റ്റ് നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ഫീസ് നിർണ്ണയിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 64 സബ്സെക്ഷൻ 7. The fee or cost shall be paid by the society concerned within 30 days of intimation thereof, and in case of non-payment of the fee or cost within the period, it shall be recoverable in the manner specified in section 79
or can be recovered from the account maintained in the financing bank by the society through an order issued by the registrar upon the request from the Director of Cooperative Audit. സെക്ഷൻ 64 സബ്സെക്ഷൻ 7 പറയുന്നു, ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഫീസ് എത്രയാണെന്നുള്ള അറിയിപ്പ് കിട്ടി 1 മാസത്തിനകം പേ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ, നോൺ പേയ്മെൻ്റ് ആണ് ചെയ്തില്ല എങ്കിൽ അത് റിക്കവർ ചെയ്യുവാനുള്ള അധികാരം ഉണ്ട്. ഏതൊക്കെ രീതിയിൽ? ഒന്നുകിൽ സെക്ഷൻ 79 പ്രകാരം റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ ഈ സൊസൈറ്റി അവരുടെ ഫിനാൻസിങ് ബാങ്കിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും, അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് റിക്വസ്റ്റ് ചെയ്യും രജിസ്ട്രാറുടെ അടുത്ത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള അധികാരവും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ 64 സബ്സെക്ഷൻ 8. The procedure for payment of the fee or cost shall be such as may be prescribed in Rule 65. ഇനി 64(8) പറയുന്നു, ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ പേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഡിറ്റ് കോസ്റ്റ് പേ ചെയ്യുന്നത് ഈ റൂൾ 65 പ്രകാരമായിരിക്കും എന്നുള്ളതാണ്. അതായത് ഓഡിറ്റ് ഫീയോ ഓഡിറ്റ് കോസ്റ്റോ പേ ചെയ്യുന്ന പ്രൊസീജിയർ പറയുന്നത് റൂൾ 65-ലാണ്. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 64 സബ്സെക്ഷൻ 6. ഓഡിറ്റ് ഫീ ഈസ് ഫോർ ഈച്ച് ഫിനാൻഷ്യൽ ഇയർ. Fee is fixed by the Director of Cooperative Audit. Must follow rules made for this purpose. Section 64 subsection 7. Society must pay the fee or cost within 30 days of intimation. If unpaid, recovery will follow procedures under section 79. Alternatively, amount can be recovered from the society's financing bank account. Registrar can issue recovery order on request from Director of Cooperative Audit. Section 64 subsection 8. Payment procedure for fee or cost is governed by Rule 65. Specific steps will be as prescribed in that rule. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ദ പ്ലേസ് വെയർ പാടി കൾട്ടിവേഷൻ ഈസ് ഡൺ ബിലോ സീ ലെവൽ ഇൻ കേരള. ആൻസർ കുട്ടനാട്. നെക്സ്റ്റ്, മീനിങ് ഓഫ് ഇംപ്യൂഡൻറ്റ്. ആൻസർ ഡിസ്റെസ്പെക്റ്റ്ഫുൾ. ധിക്കാരപരമായ, അഹങ്കാരപരമായ എന്നൊക്കെയാണ് മീനിങ്. അടുത്തത്, ഇഫ് ജാനുവരി ഈസ് റിട്ടൺ ആസ് JNAYAUR then ഡിസംബർ ക്യാൻ ബി റിട്ടൺ ആസ്. ആൻസർ DCMEEEBR. ഇവിടെ നമ്മൾ കാണാം ജാനുവരി, അതിനെ 1 2 3 4 5 6 7 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നമ്മൾ. എന്നിട്ട് ഇവർ തന്നിരിക്കുന്ന ഈ ആൻസറിൽ എങ്ങനെയാണെന്ന് നോക്കിയേ. 1 3 5 7 ഓഡ് നമ്പേഴ്സ്, അതിൻ്റെ അടിയിൽ വരുന്ന ലെറ്റേഴ്സിനെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് 2 4 6 ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞതുപോലെ ഡിസംബറും 1 to 8 വരെ എഴുതി. അതിൽ 1 3 5 7 എന്നുള്ള ഓഡ് നമ്പേഴ്സിനെ അടിയിൽ വരുന്ന ലെറ്റേഴ്സ് എഴുതി. അത് കഴിഞ്ഞ് ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ള 2 4 6 8 അടിയിൽ ലെറ്റേഴ്സും എഴുതി. അങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയിരിക്കുന്നത്. Now your turn to answer. Who among the following was the Governor of Kerala and later became the President of India? Option: APJ Abdul Kalam, R. Venkataraman, V.V. Giri and K.R. Narayanan. Next, meaning of convoluted. Next, Z, U, Q, dash and L. Leave your answer in the comment box and stay tuned for the next episode. Thank you.